വയനാട് ബൈ ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച പ്രിയങ്ക ഗാന്ധിയാണ് വയനാട് മണ്ഡലത്തിലേക്ക് എത്തുന്നത്. 2 ദിവസത്തേക്കാണ് പ്രിയങ്കയുടെ സന്ദർശനം. ഇന്ന് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രിയങ്ക സന്ദർശനം നടത്തുകയാണ്. നാളെ വയനാട് ജില്ലയിലും സന്ദർശനം നടത്തുന്നുണ്ട്. സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, പ്രിയങ്ക ഗാന്ധി എയർപോർട്ടിലേക്ക് എത്താൻ അല്പം ഒന്ന് വൈകിയോ? മലപ്പുറത്തെ ബാക്കി പരിപാടികളും അതിനനുസൃതമായി ഷെഡ്യൂൾ തെറ്റുമോ? ഹാഷ്മി, 12 മണിക്കാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുക എന്ന് അറിയിച്ചെങ്കിലും 12:25 ആയ സമയത്താണ് ഇവർ നേതാക്കളും എത്തിയത്. ഒപ്പം KC വേണുഗോപാൽ MP-യും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. നിലവിൽ ഇവിടെ നിന്നും ഇവരുടെ ആദ്യ സ്വീകരണ പരിപാടിയായ തിരുവമ്പാടി മണ്ഡലത്തിലെ മുക്കത്തേക്ക് പോയിരിക്കുകയാണ്. മുക്കത്താണ് ആദ്യ സ്വീകരണ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നും നാളെയുമാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരിക്കുന്ന വിവിധയിടങ്ങളിൽ ഇവർ പര്യടനം നടത്തുന്നതും സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതും. ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 1 മണിയോട് കൂടെയായിരിക്കും മുക്കത്തെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുക. അതിനുശേഷം 2:15 നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ കരുളായിലുള്ള സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കും. ശേഷം 3:30 വണ്ടൂരിലും 4:30 ഏറനാട്ടിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമായിരിക്കും ഇന്ന് പ്രിയങ്കയുടെ ഷെഡ്യൂളുകൾ അവസാനിക്കുക. പിന്നീട് നാളെ വയനാട്ടിൽ കൽപ്പറ്റയിലും മാനന്തവാടിയിലും ഒപ്പം തന്നെ സുൽത്താൻ ബത്തേരിയിലും പരിപാടികളിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധി ആദ്യ മുക്കത്തെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം രാഹുൽ ഗാന്ധി തിരികെ മടങ്ങുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ UDF-ന്റെയും ജില്ലയിലെയും സംസ്ഥാനത്തെ നേതാക്കളാണ് ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇരു നേതാക്കളെയും സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വയനാട് MP അതിനുശേഷമുള്ള ആദ്യ വരവാണ് പ്രിയങ്ക ഗാന്ധി വരുന്നത്. ഇതുവരെ പ്രചാര പരിപാടികളായിരുന്നു സംസാരിച്ചെങ്കിൽ ഇനി വയനാടിന് വേണ്ടി കൃത്യമായി എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ചോദ്യം ഉയർന്ന് അവശേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വയനാടിന് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി എന്ത് സംസാരിക്കും, എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ വയനാട്ടുകാർക്ക്, പ്രത്യേകിച്ച് സംസ്ഥാനത്തുടനീളമുള്ള എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും പ്രിയങ്ക സംസാരിക്കുന്ന കാര്യത്തിൽ ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഏതായാലും 4 ലക്ഷത്തിലധികം വരുന്ന ഭൂരിപക്ഷം നൽകിയാണ് വയനാട് MP അവരെ വയനാട്ടുകാർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനുശേഷമുള്ള ആദ്യ വരവ് വലിയ ആഘോഷമാക്കാൻ തന്നെയാണ് UDF-ന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരിക്കുന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ ഓരോ നിയോജക മണ്ഡലങ്ങളിൽ ഓരോ പരിപാടി എന്നുള്ള നിലക്കാണ് ഇവർക്ക് സ്വീകരണ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും 1 മണിയോട് കൂടി തന്നെ തിരുവമ്പാടി മണ്ഡലത്തിലുള്ള മുക്കത്ത് പ്രിയങ്ക ഗാന്ധി എത്തുകയും ഇവിടെ രാഹുൽ ഗാന്ധിയും പരിപാടിയിൽ പങ്കെടുക്കും. ശേഷം രാഹുൽ ഗാന്ധി മുക്കത്തിൽ നിന്നും മടങ്ങുകയും പ്രിയങ്ക ഗാന്ധി ആയിരിക്കും ഇന്നും നാളെയും ബാക്കിയുള്ള പരിപാടികളിൽ പങ്കെടുക്കുക. ഹാഷ്മി.